ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് അതിശക്തമായ ഒരു യൂണിവേഴ്സ് മാനിറ്റേഷനെ കുറിച്ചാണ്. അപ്പോൾ ആരും തന്നെ സംശയ രീതിയിൽ അത് ചെയ്യരുത്. നടക്കുമോ നടക്കില്ലയോ എന്ന ഉദ്ദേശത്തോടെ ഒരിക്കലും ചെയ്യരുത്. കാരണം ഇത് പവർഫുൾ ഒരു ടെക്നിക്കാണ്. അതുകൊണ്ട് നമ്മൾ രണ്ടും ഘട്ട മനസ്സിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് ഫലിക്കില്ല. ആദ്യം തന്നെ വിശ്വസ്തോടു കൂടെ തന്നെ, പൂർണ്ണ വിശ്വസ്തോടു കൂടെ തന്നെ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ചെയ്ത് നോക്കിയിട്ടൊന്ന് കമന്റ് ഇടുക. വീഡിയോ കണ്ടതും ഇത് നടക്കില്ല, ഇത് തട്ടിപ്പാണ്, അങ്ങനെ ഒരു ഇത് ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യരുത്. കാരണം മറ്റുള്ളവർക്ക് വിശ്വാസം ഉള്ളവർക്കും കൂടി അതൊരു എന്താ പറയാ, ഒരു തെറ്റിദ്ധാരണയായി മാറിത്തരും. അതുകൊണ്ട് നിങ്ങൾ എന്താ പറയാ, ചെയ്ത് നോക്കിയിട്ട് നമ്മൾ കമന്റ് ഇടുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് യാതൊരു പേനയോ ബുക്കോ യാതൊരു ആവശ്യമില്ല. നമുക്ക് എന്താ പറയാ, പകൽ സമയങ്ങളിലും അല്ല ഇത് ചെയ്യേണ്ടത്. കാരണം ജോലിന്റെ ഇടയിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം മനസ്സ് റിലാക്സ് ആയ സമയത്താണ് ഇത് ചെയ്യേണ്ടത്. അതെപ്പോഴാന്ന് ഞാൻ പറഞ്ഞുതരാം. രാത്രി കിടക്കാൻ പോകുന്ന സമയത്താണ്, ഉറങ്ങാൻ പോകുന്ന സമയത്താണ് ഇത് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ചെയ്യാൻ വളരെ എന്താ പറയുക, സിമ്പിളായ ഒരു കാര്യമാണ്, റിസ്ക് ഒന്നുമില്ല കേട്ടോ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോണതിന്റെ മുന്നേ, അതായത് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഉറങ്ങാൻ പോകില്ല, ആ സമയത്താണ് ഇത് ചെയ്യേണ്ടത്. അത് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം എന്താണോ ആഗ്രഹം എന്ന് നമ്മൾ ഒരു ആഗ്രഹം മനസ്സിൽ നന്നായി ഉറപ്പിക്കുക. ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല കേട്ടോ. അപ്പൊ ആദ്യം എന്താണോ ആഗ്രഹം, ജോലിയാണെങ്കിൽ ജോലി, അല്ലെങ്കിൽ നമ്മൾ പിണങ്ങി നിൽക്കുന്നവരാണെങ്കിൽ ഒന്നും മിണ്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ, അല്ലെങ്കിൽ ഹൗസ് ആണെങ്കിൽ ഹൗസ്, വീടാണെങ്കിൽ അതല്ല, വേറെ എന്തെങ്കിലും അസുഖം ബാധിച്ചിരിക്കുന്നവരാണെങ്കിൽ എൻ്റെ അസുഖം മാറണേ, അങ്ങനെയുള്ള ആഗ്രഹങ്ങളാണെങ്കിൽ അത് ഏതെങ്കിലും ഒന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക. ഉറപ്പിച്ചതിന് ശേഷം മനസ്സിൽ വിചാരിച്ച് അതൊരു സൈഡ് വെച്ചു. അതിനുശേഷം രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ മനസ്സൊന്ന് റിലാക്സ് ആക്കാൻ വേണ്ടി കണ്ണടയ്ക്കുക. കണ്ണടച്ചതിന് ശേഷം നമ്മുടെ ശ്വാസം മുകളിലേക്കും താഴേക്കുമായിട്ട് 3 തവണ എടുക്കണം. ഞാൻ കാണിച്ചു തരാം. കണ്ണ് നമ്മൾ ഇങ്ങനെ അടയ്ക്കുക. ഇങ്ങനെ അടച്ചതിന് ശേഷം ഇതാ ഇങ്ങനെ 3 പ്രാവശ്യം നമ്മൾ ഭയങ്കര മെല്ലെ റിലാക്സ് ആയിട്ട് ഒന്ന് ശ്വാസം മുകളിലേക്കും താഴേക്ക് എടുക്കുക. മനസ്സിൽ വേറെ ഒരു ടെൻഷനും ഇല്ല, മനസ്സ് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് അങ്ങനെ ശ്വാസം എടുത്തതിന് ശേഷം കണ്ണടച്ചിട്ട് തന്നെ ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്തതിന് ശേഷം നമ്മുടെ ആഗ്രഹം എന്താണോ, നമ്മ ഒരാഗ്രഹം വിചാരിച്ചല്ലോ, ആ കണ്ണടച്ചിട്ട് തന്നെ, കണ്ണ് തുറക്കാൻ പാടില്ല. ഈ ആഗ്രഹം നടന്നു കഴിഞ്ഞു എന്ന് നമ്മ കാണണം. 60 സെക്കൻഡോളം നമ്മ ആ കണ്ണടച്ച് ആ ഒരു വിഷ്വല്, അതായത് നമ്മ ജോലി കിട്ടിയതാണെങ്കിൽ ആ ഒരു സന്തോഷം, സാലറി വാങ്ങാൻ പോകുന്നതും അതേപോലെ ജോലിക്ക് പോകുന്നതും, അങ്ങനെ അത് കാണുക. അതേപോലെ തന്നെ നമ്മ വേറെ ആരെയും പിണങ്ങി നിൽക്കുകയാണെങ്കിൽ, അവരുടെ ഒരു കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെങ്കിൽ നമ്മ അത് എന്താ പറയുക, ആ ഫോൺ അടിക്കുന്നതും അതേപോലെ തന്നെ റിങ് അടിക്കുന്നതും നമ്മ പോയി എടുത്തിട്ട് ഹലോ എന്താണ്, ആ ഒരു സന്തോഷമില്ലേ അത്. അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവന്മാരാണെങ്കിൽ നമ്മൾ പിണങ്ങിയിരിക്കുകയായിരിക്കും, പെട്ടെന്ന് വീട്ടിലേക്ക് ആ ഒരു കയറി വരുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷമില്ലേ, അങ്ങനെയുള്ള സന്തോഷം. അങ്ങനെ നമ്മൾ ചിന്തിക്കുക. 60 സെക്കൻഡ് നമ്മൾ ഇത് ചിന്തിക്കണം, ചിന്തിക്കല്ല, കാണണം, നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. ഒരു സംശയമില്ലാതെ സന്തോഷത്തോടു കൂടി തന്നെ അത് നമ്മൾ നടന്നതായിട്ട് ഈ 60 സെക്കൻഡും വേറെ ഒന്നും മനസ്സിൽ ചിന്തിക്കാതെ ഇത് മാത്രമായിരിക്കണം നമ്മുടെ ചിന്ത. അപ്പൊ അങ്ങനെ ആ 60 സെക്കൻഡും ഇത് കാണുകയാണെങ്കിൽ, ഇത് നമ്മ എന്താ പറയുക, 21 ദിവസം കണ്ടിന്യൂസ് ആയി ചെയ്യണം. നിങ്ങൾക്ക് ഈ 21 ദിവസം വേണ്ട, കണ്ടിന്യൂസ് ആയി ചെയ്യണം. അതിന്റെ മുന്നേ തന്നെ ഈ 60 സെക്കൻഡ് നമ്മൾ മനസ്സിൽ ഒരു ടെൻഷൻ ഇല്ലാണ്ട് ഇത് 60 സെക്കൻഡ് ചെയ്യണമെങ്കിൽ 21 ദിവസം പോയിട്ട് എന്താ പറയുക, ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് കാര്യം സാധിച്ചെടുക്കാൻ പറ്റും. അത്രയും പവർഫുള്ളായ ഒരു ടെക്നിക്കാണിത്. യാതൊരു സംശയം ഇതിന് വേണ്ടത്. അത്രയും പവർഫുള്ളാണ്. പലവർക്കും റിസൾട്ട് കിട്ടിയ ഒരു ടെക്നിക്കാണ്, മാനിഫെസ്റ്റേഷനാണ്. കാരണം ഈ 60 സെക്കൻഡ് നമ്മൾ വേറൊരു ചിന്തയില്ലാതെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്ത്, അതായത് മനസ്സിൽ മാനിഫെസ്റ്റേഷൻ നടക്കുകയാണ്. കാരണം വേറൊരു ചിന്തയില്ലല്ലോ. അപ്പൊ ഇത് നടന്നതായി നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ
അപ്പോൾ വേറെ ഒരു തടസ്സങ്ങളും ഇല്ല. അത് വേഗം നമുക്ക് അത് ലഭിക്കുകയാണ് ചെയ്യുന്നത്. നമ്മ പൊതുവേ എല്ലാവരും പറയും ഇത് നടക്കില്ല പറഞ്ഞിട്ടാണ് നമ്മൾ എല്ലാ ഒരു കാര്യം ചെയ്യുന്ന. ആ തടസ്സം ഒന്നും വെക്കണ്ട. അതാണ് ഏറ്റവും വലിയ ദോഷം. എന്ത് ചെയ്യുമ്പോഴും അത് നടക്കും പറഞ്ഞ് ചെയ്തു നോക്കി അത് ഉറപ്പായാലും നിങ്ങൾക്ക് തീർച്ചയായാലും കിട്ടും. അപ്പൊ ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ഈ ട്രിക്ക് ഒന്ന് ചെയ്തു നോക്കിയിട്ടില്ലേ, ഉറപ്പായാലും ഒന്ന് ചെയ്തു നോക്കുക. കാരണം ഞാനന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ. അപ്പോൾ 3 ദിവസം ഒന്ന് പറഞ്ഞു നോക്കൂന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ പലവർക്കും എന്താ പറയാ കിട്ടിയതായി കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ കിട്ടാത്തവര് ഈ ഒരു വീഡിയോ ഈ ട്രിക്ക് ഒന്ന് ചെയ്തു നോക്കിയ നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ചിലപ്പോ എന്താ പറയാ ആഗ്രഹം സാധിച്ച് കിട്ടും. ചിലവർക്ക് കുറച്ച് വൈകും ട്ടോ, അത് കാര്യാക്കണ്ട. അത് നമ്മുടെ ഒരു ചെറിയ ആഗ്രഹങ്ങളാണെങ്കിൽ വേഗം കിട്ടും. കുറച്ച് വലുതൊക്കെയാണെങ്കിൽ അതിനു വേണ്ടി കുറച്ചും കൂടി കാത്തിരിക്കേണ്ടി വരും. പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായി, 60 സെക്കൻഡ് കഴിഞ്ഞ് എങ്ങനെ അറിയുന്നു. ചിലപ്പോൾ കണ്ണടച്ച് നമ്മ ഇങ്ങനെ അത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 60 സെക്കൻഡിന് കുറയാം. അപ്പൊ അതുകൊണ്ട് ഈ 60 സെക്കൻഡിന് വേണ്ടിയിട്ട് നമുക്ക് അലാറം സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലോക്ക് സെറ്റ് ചെയ്യുക, അലാറം സെറ്റ് ചെയ്യുക, അങ്ങനെ ചെയ്യാം കേട്ടോ. അതാകുമ്പോൾ കറക്റ്റ് 60 സെക്കൻഡ് കഴിഞ്ഞതും അലാറം അടിക്കും. ഏറ്റവും അലാറം സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇനി കൂടുതൽ നീട്ടി വലിക്കുന്ന വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ.